ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൻ നിക്കാഹിൽ വൈവാഹിക മര്യാദകൾ പറയുന്ന അധ്യായത്തിൽ ഹുഖൂഖു സൗജി അല സൗജ, ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കടമകൾ ഭർത്താവിന് എന്ന അധ്യായത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഒന്ന്, അല സൗജ ത്വഅതു സൗജി ഫീ കുല്ലി മാ ത്വലബ മിൻഹ, ഭർത്താവ് എന്ത് ആവശ്യപ്പെട്ടാലും ഭാര്യ ഭർത്താവിന് വഴിപ്പെടേണ്ടതാണ്. ഭർത്താവ് എന്ത് ആവശ്യപ്പെട്ടാലും, ലാ മഅസിയത ഫീ, തെറ്റല്ലാത്ത എന്ത് കാര്യം ഭർത്താവ് ഭാര്യയോട് ആവശ്യപ്പെട്ടാലും ഭാര്യ അത് വഴിപ്പെടേണ്ടതാണ് എന്ന് ആണ് ഒന്നാമത് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങുന്നത്. വഖദ് വറദ ഫീ തഅലീമി ഹഖ്ഖി സൗജ അലൈഹ അഖ്ബാറുൻ കസീറ, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട, ഭാര്യമാരിൽ നിന്നും കിട്ടേണ്ട അവകാശങ്ങളെ മഹത്വപ്പെടുത്തുന്നതിൽ ധാരാളം ഹദീസുകൾ, നബി വചനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു വചനം, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞ ഒരു വചനം എന്താണ്? അയ്യുമംറഅത്തുൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, ഏതൊരു സ്ത്രീയും അവൾ എപ്പോഴാ മരിക്കുക എന്നറിയില്ല, മരിക്കുമ്പോൾ അവളെ തൊട്ട് അവളുടെ ഭർത്താവ് തൃപ്തിയുള്ളവളാണെങ്കിൽ, പൊരുത്തത്തോടെയാണ് ഭർത്താവ് അവളെ തൊട്ട് പൂർണ്ണ തൃപ്തിയിലാണ് അവൾ മരിക്കുന്നതെങ്കിൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു. കടക്കും എന്നുമല്ല പറഞ്ഞത്, കടന്നു എന്നാ. അപ്പോൾ ഒരു സ്ത്രീ അവൾ മരണപ്പെടുമ്പോൾ അവളെ തൊട്ട് ഭർത്താവ് സമ്പൂർണ്ണ തൃപ്തിയുള്ളവനാണോ, അന്നലക്കാണ് അവളുടെ മരണമെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു. അപ്പൊ അതൃപ്തിയുള്ളവനാണെങ്കിലോ സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താവിന്റെ തൃപ്തിയെ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മരണം എപ്പോഴും വരാം, ഏത് പകലും വരാം, ഏത് രാത്രിയും വരാം. ഭർത്താവ് നമ്മെ തൊട്ട് തൃപ്തിയില്ലാതെയാണ് സ്ത്രീകൾ മരണപ്പെടുന്നതെങ്കിൽ കുഴപ്പമാണ്. തൃപ്തിയോടുകൂടെ അവൾ മരിക്കുകയാണ്, ഭർത്താവിന് അവളോട് പൂർണ്ണ തൃപ്തിയാണെങ്കിലോ അവൾ സ്വർഗത്തിൽ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, നല്ലൊരു സ്ത്രീയുടെ അടയാളം പറയാണ്, നല്ലൊരു സ്ത്രീ 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കും. വസോമത്ത് ശഹ്റഹാ, റമദാൻ മാസം വന്നാൽ അവൾ നോമ്പനുഷ്ഠിക്കും. വഹഫിളത് ഫർജഹാ, ഒരു സ്ത്രീ അവളുടെ ഗുഹ്യ സ്ഥാനം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ, വഅതഅത് സൗജഹാ, അവളുടെ ഭർത്താവിന് അവൾ വഴിപ്പെട്ടാൽ, ആദ്യം നിസ്കാരം നിലനിർത്തിയാൽ, റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ, രണ്ടാമത്തെ കാര്യം അവളുടെ ഗുഹ്യ സ്ഥാനം അവൾ സൂക്ഷിച്ചാൽ, തിന്മ ചെയ്യാതെ സൂക്ഷിക്കുന്നവളാണ്. വഅതഅത് ഫർജഹാ, നാലാമത്തെ കാര്യം വഅതഅത് സൗജഹാ, അവളുടെ ഭർത്താവിന് അവൾ വഴിപ്പെട്ടാൽ, ഈ 4 കാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ദഖലത്ത് ജന്നത റബ്ബിഹാ, അവളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ അവൾ കടന്നവളാണ്. അപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ ഒരു സ്ത്രീക്ക് 4 കാര്യം ചെയ്താൽ മതി. ഒന്ന്, 5 വക്ത് നിസ്കാരം ഖളാ ആക്കരുത്, ഒറ്റ വക്തും ഖളാ ആക്കാതെ അള്ളാഹുവിനെ ഭയന്ന് നിസ്കരിക്കണം. പരിശുദ്ധ റമദാൻ വരുമ്പോൾ നോമ്പനുഷ്ഠിക്കണം. അവരുടെ ഗുഹ്യ സ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ഔറത്തുകളൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം. മുടി കാണിച്ച ആണുങ്ങളെ മുന്നിൽ നടക്കലല്ല, കൈ കാണിച്ച ആണുങ്ങളെ മുന്നിൽ നടക്കലല്ല, അവയവങ്ങൾ ഔറത്ത് കാണിച്ച് നടക്കലല്ല. ഒരു സ്ത്രീയുടെ മുഴുവൻ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഔറത്താണ് എന്നതാണല്ലോ പ്രബല വീക്ഷണം. ഏറിയാൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളത് എന്ന് പറയാം ചില പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ.
ഏതായിരിക്കട്ടെ, മറക്കേണ്ടത് മറച്ച് ജീവിക്കുന്ന പെണ്ണ്. അത് ഭർത്താവിന്റെ സുഹൃത്തുക്കളായാലും അത് ഹറാമ് തന്നെ. ഭർത്താവിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ അല്ലെങ്കിൽ അന്യപുരുഷന്റെ മുമ്പിൽ കൊഞ്ചിക്കൊഴിഞ്ഞ് ആടി പാടി നടക്കുന്നവൾ കാണാം. അത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ സൂക്ഷിക്കുകയും ഭർത്താവിന് നമ്മളെ വിഷയം അതാണ്, ഭർത്താവിന് വഴിപ്പെടാം. ദോഷമല്ലാത്ത എന്തൊരു കാര്യം ഭർത്താവ് പറഞ്ഞാലും ഭർത്താവിന് അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുന്ന പെണ്ണാണെങ്കിൽ ദഖലത്ത് ജന്നത്ത റബ്ബിഹാ, അവൾ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കടന്നവളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.